ഹലോ, ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെടിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ റോഡ് സൈഡിലും പറമ്പിലുമെല്ലാം കാണാറുള്ള ഒരു ടൈപ്പ് ചെടിയാണിത്. ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേര് റോസ് കാക്ടസ് എന്നാണ്, അല്ലെങ്കിൽ ലീഫ് കാക്ടസ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് 7 സ്റ്റാർ നീഡിൽ പ്ലാന്റ്. കാരണം ഇതിൻ്റെ സ്റ്റെമ്മിൽ നീഡിൽ ഷേപ്പിലുള്ള നിറയെ തോൺസ് കാണാം. ഞാൻ ഈ പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് റോഡ് സൈഡിൽ നിന്ന് 2 കൊമ്പ് പൊട്ടിച്ചത്. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു, കാരണം ഇതിൻ്റെ ഈ മുള്ളു കുത്തുമ്പോൾ ഒരു കടന്നല് കുത്തിയതിൻ്റെ കടച്ചിലായിരുന്നു. ഞാനിതിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ ചെടിപ്രേമികളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് പിക്കായി ഇട്ടപ്പോൾ അതിൽ ചില കൂട്ടുകാർ പറഞ്ഞു ഇത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്ന്. അവരുടെ നാട്ടിലൊക്കെ ഇത് കാട് പോലെ വളർന്ന് ആകെ ശല്യമാകുമ്പോൾ ഇതിനെ വെട്ടി കത്തിക്കാറാണ് പതിവെന്നാണ് അവർ പറഞ്ഞത്. ബി കെയർഫുൾ ആൻഡ് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊരു വാർണിംഗും തന്നു. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഇത് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണെന്നാണ്. ട്യൂമറിനും ക്യാൻസറിനും വരെ ചില നാടുകളിൽ ഇത് മെഡിസിനായിട്ട് യൂസ് ചെയ്യാറുണ്ടത്രേ. ഞങ്ങൾ മലേഷ്യയിൽ പോയിരുന്നപ്പോൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇതിൻ്റെ ഒരു ടീ പ്രോഡക്ട്സ് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ട് കണ്ടിരുന്നു. അവിടെ ഇത് ട്രഡീഷണലി ഒരു ഡയറ്ററി വെജിറ്റബിൾ ആയിട്ടും ഇൻസെക്ട് റിപ്പല്ലൻ്റ് ആയിട്ടും ഒരു വാട്ടർ പ്യൂരിഫയർ ആയിട്ടും ഒക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന് റുമാറ്റിസം, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് എന്നിങ്ങനെ ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ളത് കാരണം അവരിത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യയിലൊക്കെ ഇതൊരു സാലഡ് രൂപത്തിൽ ഡെയിലി ഒരു 3-4 ലീവ്സ് റോ ആയിട്ട് കഴിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ചായ രൂപത്തിൽ കുടിക്കാറുമുണ്ട്. ഇതിൻ്റെ ഫ്ലവേഴ്സിന് ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. അതിനുശേഷം ഇത് ഒരു ഫ്ലഷി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ കാക്ടസിലൊക്കെ കാണുന്ന പ്രിക്ലി പെയർ പോലെയുള്ള ഒരു ഫ്ലഷി ഫ്രൂട്ടാണ് ഇതിൻ്റേതും. ആ ഫ്രൂട്ടും എഡിബിൾ ആണത്രേ. ഇതിൻ്റെ മെഡിസിനൽ വാല്യൂസിനെ പറ്റിയിട്ടുള്ള സയൻറ്റിഫിക് റിസർച്ചിനെ പറ്റിയൊന്നും എനിക്ക് വലിയ പിടിയില്ല. ചില വെബ്സൈറ്റ്സിൽ നിന്നും വീഡിയോസിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഇതെല്ലാം. ആ വീഡിയോസിലൊക്കെ പറയുന്നത് ഇതിൻ്റെ ഫ്രൂട്ടിനൊരു ലെമണിൻ്റെ ടേസ്റ്റ് ആണെന്നും പിന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ കഴിക്കാൻ പറ്റും എന്നൊക്കെയാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കാണാം അതുപോലെ കുറേ വീഡിയോസിൽ ഇതെല്ലാം പറയുന്നതൊക്കെ. പക്ഷേ ചില നാട്ടുമരുന്നുകളൊക്കെ പരീക്ഷിക്കുന്നത് പോലെ ഇതിനെ പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മുടെ നാട്ടിൽ തുളസിയില നിത്യവും 2-3 എണ്ണമൊക്കെ ചവച്ചരച്ച് തിന്നുന്ന ചിലരുണ്ടല്ലോ. അതുപോലെ ചൈനക്കാരും ഇതിൻ്റെ ഇല ജനറൽ ഹെൽത്ത് മെയിൻ്റനൻസിന് വേണ്ടി റോ ആയി ചവച്ചരച്ച് തിന്നാറുണ്ടെന്ന്. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും സെൽഫ് മെഡിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. ഞാൻ എന്തായാലും ഒരു കൺട്രോൾഡ് മാനറിൽ ഒരു ചെറിയ ചട്ടിയിൽ ഇതിനെ വളർത്താൻ തീരുമാനിച്ചു. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. അതുകൊണ്ടൊന്ന് മാത്രമാണ് ഞാനിതിനെ വളർത്താൻ തീരുമാനിച്ചത്. എന്നാലും ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ള ആ ഒരു വാർണിംഗ് ഞാൻ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇതിനെ വളർത്തുന്നത്. ഇതൊരു കാക്ടസ് ഫാമിലിയിൽ പെട്ടതായതുകൊണ്ട് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രൈറ്റ് സൺലൈറ്റിൽ വെച്ചിട്ടുണ്ട്, വളരുമോ എന്ന് നോക്കാം.